നോളജ് ക്ലൗഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പാർട്ട് 7 ആണ്. 2020 മാൻ ബുക്കർ പ്രൈസ് നേടിയ പ്രശസ്ത സാഹിത്യകാരൻ ഡഗ്ലസ് സ്റ്റുവർട്ട്. സ്കോട്ടിഷ് അമേരിക്കൻ എഴുത്തുകാരനാണ് ഡഗ്ലസ് സ്റ്റുവർട്ട്. 2020 മാൻ ബുക്കർ പ്രൈസ് നേടിയ പ്രശസ്ത സാഹിത്യകാരൻ ഡഗ്ലസ് സ്റ്റുവർട്ട്. ഷഗ്ഗി ബെയിൻ എന്ന നോവലിനാണ് പുരസ്കാരം. നോബൽ സമ്മാനം കഴിഞ്ഞാൽ ഒരു സാഹിത്യകൃതിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് മാൻ ബുക്കർ പ്രൈസ്. കേരള സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പിൻ്റെ പുതിയ കുടിശ്ശിക നിവാരണ പദ്ധതി ആംനസ്റ്റി 2020. കേരള സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പിൻ്റെ പുതിയ കുടിശ്ശിക നിവാരണ പദ്ധതി ആംനസ്റ്റി 2020 സംസ്ഥാന നികുതി വകുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിശ്ശിക നിവാരണ പദ്ധതിയാണ് ആംനസ്റ്റി 2020. വിദേശ ടെക് കമ്പനികളിൽ നിന്ന് ഇന്ത്യ ഈടാക്കാൻ പോകുന്ന പുതിയ തരം നികുതി ഡിജിറ്റൽ സേവന നികുതി. വിദേശ ടെക് കമ്പനികളിൽ നിന്ന് ഇന്ത്യ ഈടാക്കാൻ പോകുന്ന പുതിയ തരം നികുതി ഡിജിറ്റൽ സേവന നികുതി. കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്ന പുതിയ സോഫ്റ്റ്വെയർ ഇ ഡ്രോപ്പ്. കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്ന പുതിയ സോഫ്റ്റ്വെയർ ഇ ഡ്രോപ്പ്. ഇ ഡ്രോപ്പ് എന്നാൽ ഇലക്ട്രോണിക്കലി ഡിപ്ലോയിങ് റാൻഡംലി ഓഫീസേഴ്സ് ഫോർ പോളിംഗ് ഡ്യൂട്ടി എന്നാണ്. ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് റെക്കോർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റമായ ധരണി പോർട്ടൽ ഏത് സംസ്ഥാന സർക്കാരാണ് അടുത്തിടെ ആരംഭിച്ചത്? തെലങ്കാന. ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് റെക്കോർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റമായ ധരണി പോർട്ടൽ ഏത് സംസ്ഥാന സർക്കാരാണ് അടുത്തിടെ ആരംഭിച്ചത്? തെലങ്കാന. കാർഷികേതര ഭൂമികളും സ്വത്തുക്കളും രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടലാണ് ധരണി. തെലങ്കാനയുടെ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ആണ്. 2019-20 വർഷത്തെ ഗ്രാമീണ മേഖലയിലെ സ്വച്ഛ് ഭാരത് മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ജില്ല എറണാകുളം. 2019-20 വർഷത്തെ ഗ്രാമീണ മേഖലയിലെ സ്വച്ഛ് ഭാരത് മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ജില്ല എറണാകുളം. ലോക ടോയ്ലറ്റ് ദിനത്തോടനുബന്ധിച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച രാജ്യത്തെ 20 ജില്ലകൾക്കാണ് കേന്ദ്ര ജലശക്തി വകുപ്പിൻ്റെ ഈ പ്രത്യേക പുരസ്കാരം. ലോക ടോയ്ലറ്റ് ദിനം വേൾഡ് ടോയ്ലറ്റ് ഡേ നവംബർ 19. ലോക ടോയ്ലറ്റ് ദിനം അല്ലെങ്കിൽ വേൾഡ് ടോയ്ലറ്റ് ഡേ നവംബർ 19. 2020 ലോക ടോയ്ലറ്റ് ദിനത്തിൻ്റെ പ്രമേയം സുസ്ഥിര ശുചിത്വവും കാലാവസ്ഥാ വ്യതിയാനവും എന്നാണ്. ആഗോള ശുചിത്വ പ്രതിസന്ധി പരിഹരിക്കുന്നതിനെക്കുറിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതിനും 2030 എല്ലാവർക്കും ശുചിത്വം വാഗ്ദാനം ചെയ്യുന്ന സുസ്ഥിര വികസന ലക്ഷ്യം നേടുന്നതിനുമാണ് ലോക ടോയ്ലറ്റ് ദിനം വർഷം തോറും നവംബർ 19 ആചരിക്കുന്നത്. നവംബർ 19 അന്തർദേശീയ പുരുഷ ദിനം കൂടിയാണ്. അന്തർദേശീയ പുരുഷ ദിനം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മെൻസ് ഡേ നവംബർ 19. 2020 അന്തർദേശീയ പുരുഷ ദിനത്തിൻ്റെ പ്രമേയം പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും മെച്ചപ്പെട്ട ആരോഗ്യം എന്നതാണ്. അടുത്തിടെ കോവിഡ്-19 വാക്സിൻ കോവാക്സിൻ 3ാം ഘട്ട പരീക്ഷണങ്ങൾ ആരംഭിച്ച ഇന്ത്യൻ കമ്പനി ഏതാണ്? ഭാരത് ബയോടെക്. അടുത്തിടെ കോവിഡ്-19 വാക്സിൻ കോവാക്സിൻ 3ാം ഘട്ട പരീക്ഷണങ്ങൾ ആരംഭിച്ച ഇന്ത്യൻ കമ്പനി ഏതാണ്? ഭാരത് ബയോടെക്.
മൂന്നാം ഘട്ട പരീക്ഷണത്തിനു ശേഷം 95% ഫലപ്രദമാണ് എന്ന പ്രഖ്യാപനം വന്ന അമേരിക്കൻ വാക്സിൻ ഫൈസർ വാക്സിൻ. അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഫൈസറും ജർമ്മൻ കമ്പനിയായ ബയോ എൻടെക്കും ചേർന്ന് നിർമ്മിച്ച വാക്സിനാണ് ഫൈസർ വാക്സിൻ. അതുപോലെ മൂന്നാം ഘട്ട പരീക്ഷണത്തിനു ശേഷം 94.5% ഫലപ്രദമാണ് എന്ന പ്രഖ്യാപനം വന്ന അമേരിക്കൻ വാക്സിൻ മൊഡേണ കമ്പനിയുടെ വാക്സിനാണ്. കോവിഡ് രോഗികളുടെ ശ്വസനനാളിയിൽ അടിഞ്ഞുകൂടുന്ന സ്രവങ്ങൾ സുരക്ഷിതമായി നീക്കം ചെയ്യാനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ച മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കോവിഡ് രോഗികളുടെ ശ്വസനനാളിയിൽ അടിഞ്ഞുകൂടുന്ന സ്രവങ്ങൾ സുരക്ഷിതമായി നീക്കം ചെയ്യാനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ച മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അണുനാശിനി അടങ്ങിയിട്ടുള്ള ദ്രവ ആഗിരണ ശേഷിയോടുകൂടിയ അക്രിലോസോർബ് എന്നറിയപ്പെടുന്ന ബാഗുകളാണ് ശ്രീചിത്ര നിർമ്മിച്ചിരിക്കുന്നത്. തപസ്യ കലാ സാഹിത്യവേദിയുടെ 12ാമത് സഞ്ജയൻ പുരസ്കാരം നേടിയ മലയാള കവി NK ദേശം. തപസ്യ കലാ സാഹിത്യവേദിയുടെ 12ാമത് സഞ്ജയൻ പുരസ്കാരം നേടിയ മലയാള കവി NK ദേശം. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അല്ലെങ്കിൽ ICCയുടെ പുതിയ നിയമമനുസരിച്ച് രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കുന്നതിന് നിശ്ചയിച്ച കുറഞ്ഞ പ്രായപരിധി 15 വയസ്സ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ നിയമമനുസരിച്ച് രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കുന്നതിന് നിശ്ചയിച്ച കുറഞ്ഞ പ്രായപരിധി 15 വയസ്സ്. 2020-21 വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് അല്ലെങ്കിൽ ISL ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്നത് ഗോവ. ഈ വർഷത്തെ ISL ടീമുകളുടെ എണ്ണം 11. ISLലെ പുതിയ ടീം ഈസ്റ്റ് ബംഗാൾ. അതായത് ഇന്ത്യയിലെ ഔദ്യോഗിക പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗായ I-ലീഗിൽ നിന്ന് ഈസ്റ്റ് ബംഗാൾ കൂടി എത്തിയതോടുകൂടി ഇത്തവണ 11 ടീമുകളാണ് ISLൽ ഉള്ളത്. നിലവിലെ ISL ജേതാക്കൾ ATKയും നിലവിലെ I-ലീഗ് ചാമ്പ്യന്മാരായ മോഹൻ ബഗാനും ലയിച്ചു ATK മോഹൻ ബഗാൻ എന്ന പേരുമായാണ് ഇത്തവണ ISLൽ മത്സരിക്കുന്നത്.